നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം പനിയെപ്പറ്റിയാണ്. പനിയെപ്പറ്റിയുള്ള ആയുർവേദ വീക്ഷണം അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അവരുടെ അറിവിലേക്കാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പനി നമുക്കറിയാം, പനി ഒരു രോഗമായിട്ടും അതേപോലെ തന്നെ രോഗലക്ഷണമായിട്ടും കാണാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള കണ്ടീഷൻസിലാണെങ്കിൽ ശരീരത്തിൽ ശരീര ഊഷ്മാവ് കൂടി നിൽക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ്, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ചലഞ്ചഡ് ആയിട്ടുള്ള ആമവാദം പോലെ രോഗങ്ങളിലൊക്കെ പനി ഒരു അനുബന്ധ ലക്ഷണമായിട്ട് കാണാറുണ്ട്. അതേപോലെ നമുക്കറിയാം, നമുക്ക് പലപ്പോഴും കേട്ടിട്ടുള്ള വൈറൽ പനികൾ, ചിക്കൻ ഗുനിയ ആയാലും ഡെങ്കി ഫീവറൊക്കെ ആയാലും പനി ഒരു രോഗമായിട്ട് വരാറുണ്ട്. അപ്പം ഇത്തരം രോഗലക്ഷണങ്ങളിലും അതേപോലെ രോഗത്തിനുമുള്ള ആയുർവേദ ചികിത്സാ വീക്ഷണമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് വിശദീകരിക്കുന്നത്. പനിയായിട്ട് രോഗികൾ OPDയിലേക്ക് വരുമ്പോൾ അവർ പറയുന്ന പ്രധാന ഒരു ലക്ഷണം ഈ പറഞ്ഞ ശരീര ഊഷ്മാവിലുള്ള വ്യത്യാസമാണ്. നമുക്കറിയാം, നോർമലായിട്ട് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ വ്യത്യാസമായിട്ട് ചൂട് കൂടുതലുമായിട്ട്, അതോടൊപ്പം തന്നെ തലവേദനയായിട്ടോ മൂക്കടപ്പായിട്ടോ മൂക്കൊലിപ്പായിട്ടോ തൊണ്ടവേദനയായിട്ട് റെസ്പിറേറ്ററി സിംറ്റംസ്, അതേപോലെ തന്നെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ്, ദേഹം മൊത്തം വേദനയായിട്ടൊക്കെ രോഗികൾ OPDയിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ ശരീര ഊഷ്മാവിലുള്ള വ്യത്യാസം അനുസരിച്ച് പനിയെ കണ്ടിന്യൂസ് ഫീവർ എന്നും റെമിറ്റൻറ്റ് ഫീവർ എന്നും ഇൻ്റർമിറ്റൻറ്റ് ഫീവർ എന്നും ഒക്കെ സെപ്റ്റിക് ഫീവർ എന്നും ഒക്കെ തരംതിരിച്ചിട്ടുണ്ട്. സെപ്റ്റിക് ഫീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ വ്രണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, പഴുപ്പൊക്കെ ഉണ്ടായിട്ട് അതുമൂലം ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം ഏകദേശം 5 ഡിഗ്രി വരെയൊക്കെ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അത്തരം കണ്ടീഷൻസിലാണ് സെപ്റ്റിക് ഫീവർ എന്ന് പറയുന്നത്. അതേപോലെ ചിലപ്പം 24 അവേഴ്സും പനി ഉണ്ടായിരിക്കും, എന്നാൽ 1 ഡിഗ്രി കൂടുതൽ ചൂട് കാണാത്ത അവസ്ഥയുണ്ട്. ചില ആൾക്കാരിൽ വിട്ട് പനി വരും, ഇടവിട്ട് പനി വരുന്നതുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ഈ ഫീവറിന് പല രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ശരീരത്തിലെ ഒരു ടെമ്പറേച്ചർ റെഗുലേറ്ററി സംവിധാനത്തെ പറ്റിയാണ്. ശരീരത്തിലെ അണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം തന്നെ ശരീരത്തിലെ ടെമ്പറേച്ചർ റെഗുലേറ്ററി മെക്കാനിസം കൊണ്ട് ഈ അണുക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് ശരീര ഊഷ്മാവ് ശരീരത്തിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഈ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ശരീര ഊഷ്മാവ് വർദ്ധിക്കുന്നത്. ഇനി ആയുർവേദത്തിൻ്റെ വീക്ഷണപ്രകാരം ആയുർവേദ ചികിത്സയിൽ സ്വേദജനനങ്ങളായിട്ടുള്ള മരുന്ന്, അല്ലെങ്കിൽ ശരീരത്തെ വിയർപ്പിക്കുന്ന മരുന്നുകളാണ് ഈ ആദ്യഘട്ടത്തിൽ പനിയായിട്ട് വരുന്ന രോഗികൾ, പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊക്കെ വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ ദേഹം വേദന പനിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ സ്വേദജനനങ്ങളായിട്ടുള്ള മരുന്നുകളാണ് ആദ്യം പ്രയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റൊമക്ക് അപ്സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ആമത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആമപാചനങ്ങളായിട്ടുള്ള ഔഷധങ്ങളൊക്കെ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. ആയുർവേദം ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിംറ്റംസിനെ, അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ഈ പ്രതിപ്രവർത്തനത്തിന് ഫലമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറച്ച് കൊണ്ടുവന്ന് ശരീരത്തിനെ സപ്പോർട്ട് ചെയ്ത് നാച്ചുറലായിട്ട് തന്നെ ഒരു ഇമ്മ്യൂണിറ്റി ശരീരത്തിലുണ്ടാവുകയും അതുവഴി വീണ്ടും പനി ഉണ്ടാകുന്ന സാഹചര്യം ശരീരത്തിൽ ഒഴിവാക്കാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നുള്ളതാണ് ആയുർവേദം ചികിത്സ കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി ഇത്തരം പനികളൊക്കെ, പ്രത്യേകിച്ച് വൈറൽ പനികളൊക്കെ 2-3 ദിവസം കൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു വരും. പനി നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ പിന്നെ അണുക്കളെ നിയന്ത്രിക്കുന്ന മരുന്നുകളാണ് പിന്നീട് പ്രയോഗിക്കുന്നത്. അത്തരം മരുന്നുകൾ മിനറൽസിൽ നിന്ന്, ഹെർബ്സിൽ നിന്നൊക്കെ എടുത്ത് ശുദ്ധി ചെയ്ത് ടോക്സിസിറ്റി സ്റ്റഡിയൊക്കെ നടത്തി മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഡോക്ടർ നിർദ്ദേശപ്രകാരം അത്തരം മരുന്നുകൾ രോഗികൾക്ക് ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അണുക്കളിലുണ്ടാകുന്ന ടോക്സിൻസ്, അതിനെ ആമോ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്, അത്തരം ഈ ആമോ വിഷത്തെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഔഷധങ്ങളും, ശരീരത്തെ വിയർപ്പിക്കുന്ന ഔഷധങ്ങളോടൊപ്പം തന്നെ അത് ഈ അണുക്കളെ നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന മരുന്നുകളോടൊപ്പം തന്നെ രോഗിക്ക് കൊടുത്തു വരാറുണ്ട്. പലപ്പോഴും സ്വയം ചികിത്സ ചെയ്യുന്നവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇത്തരം മരുന്നുകൾ പ്രത്യേകിച്ച് ആയുർവേദ ഏജൻസികളിൽ പോലും നമുക്കറിയാം, ആയുർവേദ ഏജൻസികളിൽ ഡിസ്പെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ക്വാളിഫൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ക്വാളിഫൈഡ് അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഈ ചികിത്സയെ പറ്റി അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ പനി എന്ന് പറഞ്ഞ മരുന്ന് ചെല്ലുമ്പോൾ ഇത്തരം മരുന്നുകളാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് ചെയ്യണം. കാരണം വെച്ചാൽ ഇത്തരം മരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ അതിന് കൃത്യമായ ചിട്ടയും അതേപോലെ തന്നെ ഡോസ് ഫിക്സേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വയം ചികിത്സ ചെയ്യുന്നവർ പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കണമെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. അത് ഈ വീഡിയോയിലൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, ആയുർവേദ ചികിത്സ കൊണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ശരീരത്തിൽ തന്നെ ശക്തിപ്പെടുത്തി അടിക്കടി ഉണ്ടാകുന്ന പനികളെ നിയന്ത്രിക്കാൻ പറ്റും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ് ഈ ആൻറ്റിജൻ അല്ലെങ്കിൽ ഈ അണുക്കൾക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കും, അതേപോലെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിക്കും. അവിടെ പക്ഷേ നമ്മൾ ഇമ്മ്യൂണിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന മരുന്നുകളൊന്നും ഉപയോഗിക്കാറില്ല. ഇമ്മ്യൂണിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് ക്യാൻസർ പോലുള്ള കണ്ടീഷൻസിൽ, അത്തരം രോഗാവസ്ഥകളിൽ അത്തരം മരുന്നുകളുടെ പ്രയോഗവിധികളെ പറ്റിയുള്ള റിസർച്ചുകളൊക്കെ
ആയുർവേദത്തിൽ ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അത്തരം പഠനങ്ങളൊക്കെ നിരന്തരമായി നടന്നു വരുന്നുണ്ട്. അത്തരം വിഷയങ്ങളെപ്പറ്റി പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് പനിയിലേക്ക് തിരിച്ചു വരാം. അപ്പം നേരത്തെ പറഞ്ഞ ഇനി അടുത്ത ഒരു പനി ലക്ഷണമായിട്ട് വരുന്ന ആമവാദം പോലുള്ള കണ്ടീഷൻസ്, അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള കണ്ടീഷൻസിലൊക്കെ അപ്പോൾ അതാത് രോഗങ്ങൾക്കുള്ള ചികിത്സ ചെയ്യും. അതോടൊപ്പം തന്നെ പാചകങ്ങളായിട്ടുള്ള ഔഷധങ്ങളുമൊക്കെ പനിക്കുള്ള മരുന്നുകളോടൊപ്പം തന്നെ ആയുർവേദത്തിൽ ചികിത്സിച്ച് വരാറുണ്ട്. അപ്പം അങ്ങനെ ഓരോ രോഗിക്കും ഉണ്ടാകുന്ന ലക്ഷണങ്ങളനുസരിച്ചിട്ട്, ഓരോ രോഗത്തിനനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങളനുസരിച്ചിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം പനിക്ക് മരുന്ന് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പനിയുടെ ചികിത്സ പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിക്ക് നാച്ചുറലായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക, അടിക്കടി പനി വരാതിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഇതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഉപയോഗിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ അണുക്കളെ നശിപ്പിക്കുന്ന മരുന്നുകൾ നിരന്തരമായി ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന മരുന്നുകൾ നിരന്തരമായി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് അത് ബ്ലഡിൻ്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കും, മറ്റു വലിയ രോഗങ്ങളിലേക്ക് നയിക്കപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇപ്പം വെട്ടുമാറുമ്പോഴുള്ള ഗുളികളൊക്കെ ഡോസ് കറക്റ്റ് ഫിക്സ് 1-2 ദിവസം രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് 2 നേരവും 3 നേരവും ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷവശങ്ങളൊന്നുമില്ല, ശരീരത്തെ വിയർപ്പിക്കാൻ സഹായിക്കും. ഇത്തരം മരുന്നുകളൊക്കെയാണ്. പക്ഷേ പനി നിയന്ത്രണ വിധേയമല്ലെങ്കിൽ സ്വയചികിത്സ കഴിവതും ഒഴിവാക്കുക. ഡോക്ടറെ കണ്ടു തന്നെ ഈ അണുക്കളെ നിയന്ത്രിക്കാനുള്ള മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി ചലഞ്ചിലായിട്ടുള്ള മരുന്നുകളൊക്കെ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു അറിവിലേക്കാണ് പ്രധാനമായിട്ടും ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ പനി ചികിത്സ കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് രോഗിക്ക് അടിക്കടി പനി ഉണ്ടാകുന്നത് തടയുക, ശരീരത്തിൽ നാച്ചുറലായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.